ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട് ചില കമ്പനികൾക്ക് ഇത്ര കോടി രൂപയുടെ ഓർഡേഴ്സ് കിട്ടിയെന്ന്, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് ഇത്ര വലിയൊരു ഓർഡേഴ്സ് കിട്ടിയെന്ന്. അപ്പോൾ നമുക്ക് ന്യൂസ് നോക്കാതെ തന്നെ നമുക്കത് ഡയറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അറിയാൻ സാധിക്കുകയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് BSE കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ആദ്യം വരുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫ്രം ഡേറ്റ് ടു ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രം ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുതൽ ഈ ദിവസം വരെയുള്ള ഓർഡേഴ്സ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ അറിയേണ്ടത് കഴിഞ്ഞ ദിവസത്തെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ അറിയാനായിട്ട് ജസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ സെലക്ട് ചെയ്യാണ്. പിന്നെ ഇവിടെ കാറ്റഗറി ഉള്ളിടത്ത് നമ്മൾ ജസ്റ്റ് കമ്പനി അപ്ഡേറ്റ്സ് എന്ന് കൊടുക്കണം. അതിനുശേഷം സബ് കാറ്റഗറിയിൽ നമുക്കിവിടെ അവാർഡ് ഓഫ് ഓർഡർ, റെസിപ്റ്റ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ആ കഴിഞ്ഞ ദിവസം ഏതെങ്കിലുമൊക്കെ ഓർഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നല്ലതായി തോന്നുന്ന ഓർഡേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് അവർക്കൊരു ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് ദീപക് നൈട്രേറ്റ് ലിമിറ്റഡ് നിന്ന്. കാരണം അവരുടെ ഓർഡർ കിട്ടുന്നത് പർച്ചേസ് ഓർഡറാണ്. മാനുഫാക്ചർ ആൻഡ് സപ്ലൈ ഓഫ് അൺഹൈഡ്രസ് അമോണിയം സ്റ്റോറേജ് ടാങ്ക് ഫോർ ദീപക് നൈട്രേറ്റ്സ് ലിമിറ്റഡ്. അപ്പോൾ നമുക്ക് ദീപക് നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനി അറിയാം, വളരെ ഫേമസ് ആയിട്ടൊരു കമ്പനിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന് ഓർഡേഴ്സ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കഴിഞ്ഞ ദിവസം ഒന്ന് വാച്ച് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓർഡർ കിട്ടിയത് ഇവിടെയാണ്, കണ്ടോ. ആ ഒരു സ്റ്റോക്സ് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സുകളൊക്കെ ഇനി വരുന്നുള്ള സ്വിംഗ് ഹൈ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചില സ്റ്റോക്കുകളൊക്കെ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ നല്ല ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ ഓർഡേഴ്സ് കിട്ടിയത് സ്കാൻ പോയിൻറ്റ് ജിയോമെട്രിക്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് ഒരു പ്രൊജക്റ്റാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ ആർമഡ് ഫോഴ്സ് എന്നാണ് പ്രൊജക്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോക്കണമെങ്കിൽ ആ ഒരു സ്റ്റോക്സിൻ്റെ ചാർട്ട് കൂടി നോക്കാം. അപ്പോൾ അതൊരു പെൻഡി സ്റ്റോക്സ് ആണ്. അതിപ്പോൾ 9 രൂപ 20 പൈസയേ ഉള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞ ദിവസം നല്ലൊരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ ഇനി അടുത്ത് വരുന്ന സ്വിംഗ് ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചതാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ദിവസത്തെ മുന്നത്തെ വേണമെങ്കിലും അത് കിട്ടുന്നതാണ്. ജസ്റ്റ് ഇവിടെ ആ ഡേറ്റ് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ആ ദിവസം മുതൽ ഈ ദിവസം വരെയുള്ള എല്ലാ ഓർഡേഴ്സും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ 30 സെപ്റ്റംബർ മുതൽ കേട്ടോ താഴേക്ക് നമുക്ക് ഓരോ ഓർഡേഴ്സും കാണാൻ സാധിക്കുന്നതുണ്ട്. അപ്പോൾ എത്ര കോടി രൂപയുടെ ഓർഡേഴ്സ് കിട്ടി, എവിടെ നിന്നൊക്കെ ഓർഡേഴ്സ് കിട്ടി എന്നൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഫേമസ് ആയിട്ടുള്ള പോലെ ഷെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഫേമസ് ആയിട്ട് നല്ല ഓർഡേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്സ് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കത് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.